ഞാൻ നല്ലൊരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ ഉദ്യോഗസ്ഥനാണെങ്കിലും ഇപ്പം നിലവിൽ ഞാൻ പോലീസുകാരനല്ല. കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് VRS എടുത്തുകൊണ്ട് ഞാനിപ്പോൾ മോട്ടിവേഷൻ മേഖലയിലാണ്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലെല്ലാം ഉണ്ട്, 100 SIമാരുണ്ട് പല സ്റ്റേഷൻ. അവരൊക്കെ പറയും നിനക്ക് നല്ല സുഖമാണ്, PM ഇല്ല, ഇൻക്വസ്റ്റ് ഇല്ല, ഡ്യൂട്ടി ഇല്ല, നിനക്ക് ട്രാഫിക് ഇല്ല, ഫയലില്ല, കേസ് എൻക്വയറി ഇല്ല, മറ്റു സ്റ്റേറ്റിൽ പോകണ്ട, നിനക്ക് ആരാൽ നിയന്ത്രണമില്ല, നീ അടിച്ച് പൊളിക്കുകയല്ല മോനെ, കത്തി കയറുന്നൊക്കെ പറയും. ഒപ്പമുള്ളവരൊക്കെ വിളിച്ചിട്ട് പറയും എടാ ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക, മടുത്തണമെന്നൊക്കെ പറയും ഇങ്ങനെ. പക്ഷേ ഞാൻ പോലീസ് ജോലി മടുത്തുകൊണ്ടല്ല വന്നത് കേട്ടോ. ഞാൻ പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷനിൽ റീസെൻ്റ്ലി ഒരു 6 മന്ത് വരെ പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തത്. പക്ഷേ ഇപ്പം ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ VRS എഴുതി കൊടുത്തത്. കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ മൂലം പോലീസിൽ തുടരാൻ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് VRS നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു. കുറച്ച് പെൻഡിങ് വെച്ചു. നല്ല ബെസ്റ്റർ ഓപ്ഷനൊക്കെ ഗവൺമെൻറ് തന്നു. പക്ഷെ അതൊന്നും സ്വീകരിച്ചില്ല. കാരണം എൻ്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷനൊക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം, ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വല്ലാത്തൊരു ബിലീവ് മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. കാരണം പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് 85,000 രൂപ മാസം ശമ്പളം കിട്ടും. പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടത്തുള്ള NCC SPCകൾ മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം, ഡ്യൂട്ടി എൻ്റെ തിരക്കും കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാം. പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഇല്ലെങ്കിലും ആ പെരുന്തമണ്ണ പോലീസ് സ്റ്റേഷൻ സുന്ദരമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട്. പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണ്ണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ VRS എടുത്തത്. ഒരുപാട് പേര് എന്നോട് പറയും സാർ ആ പോലീസ് നിങ്ങൾ ആ യൂണിഫോം അഴിക്കരുതായിരുന്നു, നിങ്ങൾ ആ സ്റ്റാർ അഴിച്ചത് വലിയ സങ്കടമുണ്ട്, ഞങ്ങളിൽ വിഷമമുണ്ട് എന്നൊക്കെ പലരും പറയും. പക്ഷെ മനസ്സുകൊണ്ട് ഇപ്പോഴും ഞാൻ പോലീസുകാരനാണ്. മനസ്സുകൊണ്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിലൊരു പോലീസുകാരനുണ്ട്.